പാടത്തേക്ക് നിന്ന് സമരാഹാരം ചെയ്ത അയ്യങ്കാളി, രാജാധികാരത്തെ വിമർശിച്ച് തുറുങ്കിലടയ്ക്കപ്പെട്ട അയ്യാ വൈകുണ്ഠസ്വാമിയും അടിയാളന്റെ ആത്മാഭിമാനം ഉയർത്തിയ പൊയ്കയിൽ അപ്പച്ചനും അധികാര കേന്ദ്രങ്ങളെ അക്ഷരം കൊണ്ട് വിറപ്പിച്ച വക്കം മൗലവി തുടങ്ങി നവോത്ഥാനത്തിന്റെ നെടുനായകത്വങ്ങൾ ആകെ മുളപൊട്ടിയ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ മണ്ണ്, വൈദേശികാധിപത്യത്തിന്റെ കോട്ടകളെ തകർത്ത ആറ്റിങ്ങൽ കലാപത്തിന്റെ പോരാട്ട വീര്യവും തൂക്കുമരത്തിലേക്ക് നടന്നു കയറിയ ഐഎൻഎ ഹീറോ വക്കം അബ്ദുൽ ഖാദറിന്റെ രക്തസാക്ഷിത്വവും പേറിയ മണ്ണ്, പാപനാശം മുതൽ പൊന്മുടി വരെ നീളുന്ന ഭൂവൈവിധ്യവും ആറ്റിങ്ങൽ മുതൽ അഗസ്ത്യാർകുടം വരെയുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളും ചിരപുരാതനമായ ജലപാതം മുതൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വരെ സംസ്കാരത്തിന്റെ നീർച്ചാലുകൾ കണക്കി ഒഴുകിപ്പരക്കുന്ന കരമനയാറും വാമനപുരമാറും കിള്ളിയാറും കല്ലാറുമെല്ലാം ഉൾക്കൊള്ളുന്ന ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും അഡ്വക്കേറ്റ് സഖാവ് വി ജോണി മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, ജനാധിപത്യ വിശ്വാസികൾ, നിങ്ങളുടെ പൗരാവകാശത്തിന്റെ പരമോന്നത മുദ്ര അരിവാഴ്ചിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് അഡ്വക്കേറ്റ് വി ജോയിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കുഞ്ഞുനാൾ മുതൽ ഒരു തുറന്ന പുസ്തകം പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നീതിപൂർണമായ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളിൽ വിദ്യാർത്ഥിയായും യുവാവായും അഡ്വക്കേറ്റ് വി ജോയി ഉണ്ടായിരുന്നു. 2 തവണ അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമായും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ട അഡ്വക്കേറ്റ് സഖാവ് വി ജോയി 2016 കേരള നിയമസഭയിലേക്ക് വർക്കല നിയോജക മണ്ഡലത്തിൽ നിന്നും ആദ്യമായി വിജയിച്ച് 2021 ആദ്യ മത്സരത്തിന്റെ 10 ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചവരെ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ച് ഇതാ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചെത്തുന്ന അഡ്വക്കേറ്റ് വി ജോയി. ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും തലവര നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ പോരാട്ടം കൂടിയായ ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതിന്റെ ഉത്തരം നിർണ്ണയിക്കേണ്ട കലുഷിതമായ ഈ പാർലമെന്ററി കാലയളവിൽ നിർഭാഗ്യവശാൽ കേരളത്തിന് വേണ്ടിയോ ഈ രാജ്യത്തിന് വേണ്ടിയോ സംസാരിക്കാൻ കഴിയാതെ പോയ എംപിമാരായി കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ മാറിയ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ചെറുതെങ്കിലും ഇടതുപക്ഷത്തിന്റെ സ്വരം എത്ര കനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വർത്തമാന കാലഘട്ടം 18ാമത് ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിയിരിക്കാൻ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് വി ജോയി. ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും തലവര നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ പോരാട്ടം കൂടിയായ